എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ പാലുകറിയാണ്. ചോറിന് മാത്രമല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നത് അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എന്നുവേണ്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. ഇതിപ്പോൾ കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി എടുക്കുന്ന ഒരു പാചക രീതി കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് തന്നെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് മീൻകറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ മീനാണ് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു 20 കൊച്ചുള്ളി വേണം, 2 തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്, ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ ഇതുപോലൊരു അരമുറി നാളികേരം തിരുമ്മിയെടുത്ത് ഇതൊന്ന് പാല് കൂടെ പിഴിഞ്ഞു വയ്ക്കണം. നമ്മുടെ കറിയുടെ ചാറിന്റെ കട്ടിക്കനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ ചേർക്കാം. ഉലുവ ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തത് ചേർക്കാം, കറിവേപ്പില ചേർക്കാം, ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ഉള്ളിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കാം. വീണ്ടും വഴറ്റി കൊടുക്കാം. ഈ വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നനച്ചുകൂടെ വെക്കാം. മീൻകറി വെക്കുമ്പോൾ നമ്മൾ ഈ വഴറ്റുന്ന ഉള്ളി നല്ലവണ്ണം മുരിയിച്ചിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഈ കറി 2-3 ദിവസമൊക്കെ പുറത്തൊക്കെ വെച്ച് തന്നെ നമുക്ക് ചൂടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്താൽ കറി പെട്ടെന്ന് തന്നെ കേടായി പോകും. ഉള്ളി നല്ല പോലെ മൂപ്പിച്ച് കറി തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു കറിയുടെ സ്വാദ് പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് കേട്ടോ. ഉള്ളി ഇപ്പോൾ നല്ലോണം മുരിഞ്ഞൊരു ഗോൾഡൻ കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോഴും നിങ്ങൾ കറി തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ കറിക്ക് ഗ്രേവി കുറവാണ് എന്ന് പറയുന്ന കൂട്ടുകാർക്കായിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിയിട്ട് നിങ്ങൾ ചേർത്ത് നോക്കൂ. നിങ്ങൾ തയ്യാറാക്കുന്ന ഏതൊരു കറിക്കും നല്ല കൊഴുപ്പായിരിക്കും. അതുപോലെ തന്നെ കറിയുടെ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഒന്നും കറിക്കുണ്ടാവില്ല. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലകൾ ചേർക്കാം. ഇതുപോലെ കലക്കി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം തന്നെ ഇളക്കി മൊരിയിച്ചെടുക്കാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കല്ലുപ്പ് ചേർക്കുമ്പോഴാണ് തനതായ രുചി നമുക്ക് കിട്ടുന്നത്. ഇനി ഉപ്പും കൂടി ചേർത്ത് നല്ലോണം തന്നെ വഴറ്റി ഒന്ന് പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞ് ഉരുണ്ട് വരുന്ന പാകം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന മുളകൊക്കെ ഏകദേശം ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് മുളകിൻ്റെ പാകം നോക്കുന്നതെന്ന് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. മുളക് നല്ലവണ്ണം മുരിഞ്ഞ് വരുമ്പോഴേക്കും നടുഭാഗത്തേക്കൊന്ന് ഉരുണ്ടുരുണ്ട് വരും. അതുപോലെ നമ്മുടെ ഈ ചട്ടിയുടെ അരികുഭാഗത്തു നിന്നെല്ലാം വിട്ട് നടുഭാഗത്തേക്ക് ഒന്ന് ഉരുണ്ട് വരുന്നൊരു പാകമാണ്. നടുഭാഗത്തേക്ക് ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വിട്ട് വരുന്നൊരു പാകമാണ് കറക്റ്റായിട്ടുള്ള അരപ്പ് മൊരിഞ്ഞു എന്നറിയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാലോ, നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന മസാലകൾ മുഴുവനും തന്നെ ഒന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്കായി വന്നിട്ടുള്ളത് കണ്ടോ. ചട്ടിയുടെ അരികുഭാഗത്തു നിന്നെല്ലാം വിട്ട് നടുഭാഗത്തേക്ക് ഉരുണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഏതൊരു കറി വെച്ചാലും മസാലകൾ മുരിയിച്ച് കറി തയ്യാറാക്കുമ്പോൾ ആ ഒരു മസാലകൾ മുരിഞ്ഞില്ല എങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു കറിക്ക് മുളക് കുത്തിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കറി ടേസ്റ്റ് ഇല്ല എന്ന് കുറ്റം പറയരുത്. കാരണം നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കേട്ട് കറി തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെതായ ആ ഒരു രുചി കിട്ടുന്നത്. അപ്പോൾ നമ്മളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൊണ്ടാണ് നിങ്ങളുടെ തയ്യാറാക്കുന്ന കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാതെ പോയതെന്ന് മനസ്സിലാക്കുക. മസാലകൾ ആ ഉരുണ്ട് വന്ന പാകത്തിൽ നിന്നും ഇതുപോലെ ഒന്ന് വിട്ട് വന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് പിഴിഞ്ഞെടുക്കരുത്. തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കറിക്കാവശ്യമായ കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു പുളിവെള്ളമാണ് കറിയിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്.
ഞാനിവിടെ ഒരു 5 ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പുളിയാണ്. അപ്പം അതുകൊണ്ട് ഒരു 3 കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിവിടെ വളരെ ചെറിയ പുളി ആയതുകൊണ്ട് ഒരു 5 കഷ്ണമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ കറിയുടെ ഈ ഒരു ഗ്രേവി ഒന്ന് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ചേർക്കാം. പുളിവെള്ളം എല്ലാം ചേർത്ത് നമ്മുടെ കറിയുടെ ഗ്രേവി ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാലും ചേർത്ത് തിളക്കുന്നത് വരെയും ഇളക്കി കൊടുത്താൽ പാല് പിരിയാതെ തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പം ഞാനിന്ന് ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കേട്ട് നോട്ട് ചെയ്ത് വെക്കണേ. ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറ് നല്ലതുപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് നിൽക്കുന്ന ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർക്കേണ്ടതും. ഓരോ കഷ്ണങ്ങളും ചാറിലേക്ക് ചേർക്കാം. കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കഷ്ണങ്ങളിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത്. കാരണം മീൻ കഷ്ണങ്ങളിൽ ധാരാളം വെള്ളം ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് മീനും കൂടി ചേർക്കുമ്പോൾ കറിക്ക് ഒന്നുകൂടെ ചാറ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മീൻ കഷ്ണങ്ങളൊന്ന് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് കറിയിലേക്ക് ചേർക്കേണ്ടത്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ മീനൊക്കെ ചേർത്ത് നമ്മുടെ മീൻകറി നല്ല പോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നല്ലതുപോലെ അടിചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് 5 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്നും കൂടെ മൂടി തുറന്ന് നോക്കാം. കറി നല്ലതുപോലെ തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നല്ല തേങ്ങാപ്പാൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ കറിയൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.